ഇന്ന് നാം സൗത്ത് അമേരിക്കയിലെ പെറുവിലേക്കാണ് പോകുന്നത്. പെറുവിലെ ഒരു അത്ഭുത കാഴ്ച. പെറുവിലെ ആൻഡീസ് പർവ്വതനിരകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2430 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇതിനെ ഇൻകകളുടെ നഷ്ടപ്പെട്ട നഗരം, ലോസ്റ്റ് സിറ്റി ഓഫ് ഇൻകാസ് എന്ന് വിളിക്കുന്നു. മാച്ചു പിച്ചു എന്നറിയപ്പെടുന്ന ഇതിനെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പുരാവസ്തു സ്മാരകങ്ങളിൽ ഒന്നായി പരിഗണിക്കുന്നു. മാച്ചു പിച്ചു 15-ാം നൂറ്റാണ്ടിൽ ഇൻക സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായ പച്ചാക്കുട്ടിയുടെ ഭരണകാലത്താണ് നിർമ്മിച്ചത്. ഇത് രാജകീയ വസതിയായോ മതപരമായ കേന്ദ്രമായോ ഉപയോഗിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നു. 16-ാം നൂറ്റാണ്ടിൽ സ്പാനിഷ് അധിനിവേശ കാലത്ത് ഇത് ഉപേക്ഷിക്കപ്പെട്ടു. എന്നാൽ സ്പാനിഷ് സൈന്യത്തിന് ഈ നഗരം കണ്ടെത്താനായില്ല. 1911 അമേരിക്കൻ ഗവേഷകനായ ഹിറാം ബിൻഗ ആണ് മാച്ചു പിച്ചുവിനെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ഇത് ഇൻക ശില്പശാസ്ത്രത്തിന്റെ അതുല്യമായ ഉദാഹരണമാണ്. സിമന്റ് ഉപയോഗിക്കാതെ കൃത്യമായ കല്ലുകൾ കൂട്ടിച്ചേർത്ത് നിർമ്മാണമാണ് നടത്തിയിരിക്കുന്നത്. കൃഷിക്കായി പടികളായി തയ്യാറാക്കിയ ടെറസുകൾ കാണാം. മികച്ച ജലനിർമ്മാണ സംവിധാനങ്ങൾ, ജലധാരകളൊക്കെ കാണാം. കൂടാതെ ക്ഷേത്രങ്ങൾ, മൈതാനങ്ങൾ, താമസ സ്ഥലങ്ങൾ ഇവയൊക്കെ കാണാം. അവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ സൂര്യക്ഷേത്രം, ഇന്തിഹുവാദന ശില, 3 ജാലകങ്ങളുടെ മുറിയൊക്കെയാണ്. മാച്ചു പിച്ചു ഇൻക സംസ്കാരത്തിന്റെ മഹത്തായ നേട്ടമാണ്. അവർക്ക് ശില്പകല, ഖഗോള ശാസ്ത്രം, കൃഷി, എഞ്ചിനീയറിംഗ് ഇവയിൽ നൈപുണ്യമുണ്ടായിരുന്നു. 1983 യുനെസ്കോ ഇത് ലോക പൈതൃക സൈറ്റായി പ്രഖ്യാപിച്ചു. കൂടാതെ ഇത് ലോകത്തിലെ പുതിയ 7 അത്ഭുതങ്ങളിൽ ഒന്നാണ്. പെറുവിലെ കുസ്കോയിൽ നിന്നാണ് മാച്ചു പിച്ചുവിലേക്ക് പോകുന്നത്. അവിടെ നിന്നും ട്രെയിനിൽ ഒലൻഡറി ടോംബോയിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. അവിടെ നിന്ന് മാച്ചു പിച്ചുവിലേക്ക് ട്രെയിനിൽ പിന്നെയും പോകണം. കുസ്കോയിൽ നിന്ന് 4 മണിക്കൂർ യാത്ര. പെറു റെയിലും ഇൻക റെയിലും ഉണ്ട്. മാച്ചു പിച്ചു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിന്നെയും പോകണം. മാച്ചു പിച്ചു ഒരു കൊടിമുടിയുടെ മുകളിലാണ്. താഴെയുള്ള ടൗണിൽ പേര് അഗ്വാസ് കലിൻഡസ് എന്നാണ്. ഇവിടെ നിന്നും 6 കിലോമീറ്റർ അകലെയാണ് മാച്ചു പിച്ചു ഹിസ്റ്റോറിക്കൽ സൈറ്റ്. ഇവിടെ നിന്ന് പർവ്വത മുകളിലേക്ക് ബസ്സുകൾ ഉണ്ട്. $24 വൺ വേ ടിക്കറ്റ്. $50 ആകെ ഏകദേശം 3000 രൂപ. എൻട്രൻസ് ഫീ വേറെ. കുസ്കോയിൽ നിന്ന് മാച്ചു പിച്ചുവിൽ പോയി മടങ്ങാൻ ഏകദേശം 20,000 രൂപയാവും. 30 പേർക്ക് ഒരു ബസ്സിൽ പോകാം. ഉറുമ്പ നദിയുടെ ഓരത്തുകൂടി ആണ് ബസ്സുകൾ പോകുന്നത്. പിന്നെ മല കയറും, ഹെയർപിൻ വളവുകൾ കടന്ന് വനത്തിനകത്തുകൂടി ദീർഘയാത്ര. പോകുന്ന വഴിക്ക് കൂറ്റൻ പർവ്വതങ്ങൾ ഉയർന്നു നിൽക്കുന്നത് കാണാം. ആൻഡീസ് പർവ്വതനിരകളുടെ ഭാഗമാണിത്. ഗോത്രഭാഷയിൽ മാച്ചു പിച്ചു എന്നാൽ പർവ്വതം എന്നാണ്. ധാരാളം പർവ്വതങ്ങൾ ഉണ്ടെങ്കിലും ഇൻക വാസം കൊണ്ട് മാച്ചു പിച്ചു പ്രസിദ്ധമായി. മാച്ചു എന്നാൽ പ്രാചീനം എന്നർത്ഥം. മാച്ചു പിച്ചു എന്നാൽ പ്രാചീന പർവ്വതം. 1930കളിലാണ് ഇപ്പോഴത്തെ പാത വെട്ടിയൊരുക്കിയത്. പർവ്വതങ്ങളുടെ ദുരൂഹ സ്വഭാവമായിരിക്കാം ഇവിടെ ഒരു പട്ടണം നിർമ്മിക്കാൻ ഇൻകകളെ പ്രേരിപ്പിച്ചത്. പുറം ലോകത്തുള്ളവർക്ക് കണ്ടെത്താൻ സാധിക്കുമായിരുന്നില്ല. ഇവിടേക്കുള്ള ടൂറിസ്റ്റുകളുടെ വരവിൽ നിയന്ത്രണങ്ങളുണ്ട്. ദിവസവും 2500 സന്ദർശകരെ മാത്രമേ ഇവിടെ അനുവദിക്കുകയുള്ളൂ. എല്ലാ ദിവസവും പ്രവേശനമുണ്ട്. ഈ ഭാഗം ഉൾപ്പെടുന്ന 325 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഹിസ്റ്റോറിക്കൽ സാങ്ച്വറിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് കണ്ടെത്തിയതിൻ്റെ 50-ാം വാർഷികത്തിൽ 1961 സ്ഥാപിച്ച ഫലകങ്ങൾ ഇവിടെയുണ്ട്. അവിടേക്ക് പാറയിൽ കൂടെ നടപ്പാത സജ്ജീകരിച്ചിട്ടുണ്ട്. സ്മാരക ഫലങ്ങൾ പാറയിൽ കൂടെ കാണാം. പക്ഷേ താഴെ ഉറുമ്പ നദിയും കാണാം.
ഇങ്ങോട്ടേക്ക് വന്ന പാതയും കാണാം. ഉയർന്നു നിൽക്കുന്ന പാറകൾ ഇൻകാകൾക്ക് സംരക്ഷണം നൽകിയിരുന്നു. അവർ പുറത്തുനിന്നുള്ള ആക്രമണത്തെ ഭയന്നിരുന്നു. അതിനാലാണ് ഇങ്ങനെ ഒരു സ്ഥാനം അവർ കണ്ടുപിടിച്ചത്. റബലനായ ചക്രവർത്തി പച്ചാക്കുട്ടി 1450കളിലാണ് ഈ പട്ടണം സ്ഥാപിച്ചത്. അവരുടെ വേനൽക്കാല സ്ഥലം കൂടിയായിരുന്നു അത്. ഒരു നൂറ്റാണ്ട് കാലം വളരെ സജീവമായിരുന്നു രാജനഗരമായിരുന്നു മാച്ചുപിച്ചു. 200 കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ പുല്ലുമേഞ്ഞവയായിരുന്നു. ക്ഷേത്രങ്ങളും രാജകൊട്ടാരങ്ങളും ഇൻക പ്രമാണിമാരുടെ ഭവനങ്ങളും കളപ്പുരകളും ഒക്കെ ഉണ്ടായിരുന്നു. കൃത്യമായ അളവുകളിൽ നിർമ്മിച്ച അളവുകളും കെട്ടിടങ്ങളും ഒരേ സമയം രാജനഗരവും വലിയ ഒരു കാർഷിക കേന്ദ്രവുമായിരുന്നു മാച്ചുപിച്ചു. ഇൻക സംസ്കാരത്തിന്റെ ഇന്ന് അവശേഷിക്കുന്ന പ്രതീകമായി ഉള്ളത് ഈ നഗരം തന്നെയാണ്. മുകളിലെത്തുമ്പോൾ നഗരത്തിന്റെ ഭംഗി കാണാം. ശ്രമകരമായ ഒരു യാത്ര തന്നെയാണിത്. സമുദ്രനിരപ്പിൽ നിന്നും 3000 അടി ഉയരത്തിൽ 15ാം നൂറ്റാണ്ടിൽ അത്ഭുതകരമായ ഒരു സൃഷ്ടി തന്നെയാണ് ഇൻക നടത്തിയത്. പ്രൈവറ്റ് എസ്റ്റേറ്റ് ഓഫ് എംപറർ പച്ചാക്കുട്ടി എന്നാണ് പല ഗവേഷകരും മാച്ചുപിച്ചിനെ വിളിക്കുന്നത്. ഇൻക ഇൻക സാമ്രാജ്യവിദന്മാർക്ക് അവശ്യഘട്ടത്തിൽ സുരക്ഷിതമായി താമസിക്കുവാനും വേനൽക്കാല വസതിയുമാണ് ഈ പർവ്വതമുകളിൽ ഈ നഗരം സൃഷ്ടിച്ചത്. ഒരു വ്യൂ പോയിന്റിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾക്കിടയിൽ ഇൻകാകളുടെ ആ സ്വർണ്ണ നഗരം നമുക്ക് കാണാം. ഒരു ഭാഗത്ത് ഇൻസിവാദ എന്നറിയപ്പെടുന്ന നിർമ്മിതി കാണാം. അവിടുത്തെ വിശുദ്ധ സ്ഥലമായ ചെറിയ മലയുടെ മുകളിൽ കാണുന്ന ഒരു അൾത്താരയാണത്. മാച്ചുപിച്ചുവിൽ 2 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു, അർബൻ ഭാഗവും കാർഷിക ഭാഗവും. അർബൻ ഭാഗത്തിന്റെ പിന്നിൽ ഊനാപിച്ചു എന്ന ചെറുപർവ്വതവും കാണാം. അതിന് വലുതായി വയനാപിച്ചു എന്ന വലിയ പർവ്വതവും ഉണ്ട്. നഗരത്തിലെ പ്രധാന നിർമ്മിതികളിൽ വീടുകൾ, ഭരണകേന്ദ്രങ്ങൾ, കാവൽപ്പുരകൾ, ധാന്യ സംഭരണികൾ, പുരോഹിത ഭവനങ്ങൾ, കൊട്ടാരം, ജയിൽ എല്ലാം ഉണ്ടായിരുന്നു. ഒരു ഭാഗത്ത് അപ്പർ അർബൻ സെക്ടർ എന്നറിയപ്പെട്ടിരുന്നു. സൂര്യക്ഷേത്രം അർദ്ധവൃത്താകൃതിയിൽ കാണുന്നു. കൂടാതെ പ്രിൻസിപ്പൽ ടെമ്പിൾ ഓഫ് മാച്ചു പിച്ചു എന്നൊരു ക്ഷേത്രവുമുണ്ട്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന നടത്തിയിരുന്നത്. സെമി സർക്കുലർ വോൾ ഇൻക നിർമ്മിതികളുടെ ഒരു അപൂർവതയാണ്. മാച്ചു പിച്ചുവിന്റെ ഒരു ചരിവിലാണ് പ്രമുഖ ഇൻക നിർമ്മിതികൾ ഉള്ളത്. ഇൻക ശൈലിയിൽ ടെറസ് ഫാമിംഗ് നടന്നിരുന്ന കൃഷിയിടങ്ങൾ അവിടെ കാണാം. അവിടെയൊക്കെ വലിയ തോതിൽ കൃഷി നടത്തിയിരുന്നു. അവിടത്തേക്ക് ആവശ്യമായ ധാന്യങ്ങളും പഴങ്ങളും അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുകയായിരുന്നു. പർവ്വത ചരിവിൽ തട്ടുതിരിച്ച കൃഷിയിടങ്ങൾ കാണുന്നുണ്ട്. അതെല്ലാം വളരെ ശാസ്ത്രീയമായിരുന്നു. തട്ടുതിരിക്കുകയും ജലസേചനവും എല്ലാം അവിടെ പല തട്ടുകളിലായാണ് കെട്ടിടങ്ങളും മറ്റു സംവിധാനങ്ങളും ഒരുക്കിയിരുന്നത്. സജീവമായിരുന്ന കാലത്ത് 700 മുതൽ 1200 ആളുകൾ അവിടെ താമസിച്ചിരുന്നു. പ്രത്യേകതരം അഷ്ലർ വിദ്യ തന്നെയാണ് കെട്ടിടങ്ങൾക്കും മറ്റു ഇൻകകൾ ഉപയോഗിച്ചിരുന്നത്. വളരെ കുറവ് ജലം ഉപയോഗിച്ച് കൃഷി നടത്താൻ അറിയാവുന്നവരായിരുന്നു അവർ. തവിട്ട് ഗ്രാനൈറ്റാണ് കെട്ടിട നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരുന്നത്. പണ്ട് ഇന്ത്യവാദയുടെ മുകളിൽ ഒരു സൂര്യ ഘടികാരവും ഉണ്ടായിരുന്നു. Lights flicker where the sinners play preacher. Graffiti scriptures on train cars, a steel messenger. Cobblestone pathways, souls caught in a shuffle. Every breath's a gamble, life's one long scuffle. Sirens kiss the night with their mournful cries. Alleyway choirs sing the truth behind the lies. Broken glass mirrors, the dreams left for dead. Just a story that the old heads fed. Concrete jungle sermons spilling in the. അവിടെ ധാരാളം ലാമകളെ കാണാം. അവിടെ ലാമകൾ മേഞ്ഞു നടക്കുന്നുണ്ട്. അക്കാലത്തെ പ്രധാന വളർത്തുമൃഗങ്ങളായിരുന്നു ഈ ലാമ. ഒട്ടക കുടുംബത്തിലെ അംഗങ്ങൾ ആണ് അവ. ലാമയുടെ രോമം വെട്ടിയെടുത്താണ് വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. രോമത്തിനും മാംസത്തിനുമായി ധാരാളം ലാമകളെ വളർത്തിയിരുന്നു. ഭാരം ചുമക്കുന്നതിനും അവയെ ഉപയോഗിച്ചിരുന്നു. ക്ഷേത്രങ്ങളിൽ ലാമകളെ ബലിയും അർപ്പിച്ചിരുന്നു. ഇന്ന് മാച്ചുപിച്ചു ദക്ഷിണ അമേരിക്കയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. ആളുകൾ കുസ്കോയിൽ നിന്ന് ട്രെയിനിലൂടെയോ ഇൻക ട്രെയിൽ വഴിയോ നടന്ന് യാത്ര ചെയ്തോ അവിടെ എത്തുന്നു. മാച്ചുപിച്ചു ഇൻക സംസ്കാരത്തിന്റെ മഹത്വത്തിന്റെയും വൈഭവത്തിന്റെയും പ്രതീകമാണ്.
മഞ്ഞുമൂടിയ മലകളും പച്ചപ്പും ഒക്കെ ആയി ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ സ്ഥലം ഇന്ന് ലോകത്തെ ഒരു ആകർഷണ കേന്ദ്രമാണ്. മറ്റൊരു അത്ഭുത വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.